നിങ്ങൾ BLOമാരെ വെച്ചിട്ടുണ്ട്. ഒരൊറ്റ BLO ജമ്മം ചെയ്താൽ RSSകാരനോ BJPക്കാരനോ ഇല്ല. വെച്ച BLOമാരെല്ലാം DYFIക്കാരാണ്, CPIക്കാർ CPMകാരാണ്. അപ്പൊ ഈ BLOമാർ ഞങ്ങളെ സഹായിച്ചോ? നിങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറി ഞങ്ങളെ സഹായിച്ചോ? NGO യൂണിയൻകാരില്ലാത്ത ഏതെങ്കിലും ഒരു ഓഫീസ് ഇവിടെ ഉണ്ടാവും? ഒന്നുകിൽ സുനിൽകുമാറിനെ തോപ്പിക്കാൻ CPMന്റെ പഞ്ചായത്ത് സെക്രട്ടറിമാരും BLOമാരും ഞങ്ങളെ സഹായിച്ച് കാണണം. ഞങ്ങൾ ഒരു സഹായം തേടിയിട്ടില്ല. അതിൽ നിന്നാണ് ഈ ആരോപണമെങ്കിൽ മര്യാദയ്ക്ക് പണിയെടുത്തു സുരേഷ് ഗോപി. എന്താ ജയിച്ചത്? വെറുതെ ജയിച്ചതല്ല. 5 കൊല്ലം മുമ്പ് ഇവിടെ മത്സരിച്ചു, തോറ്റു, ഒരു പരാതിയില്ല. ഇവിടെ തന്നെ നിന്നു, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. MP ചെയ്ത പ്രതാപൻ ചെയ്തതിന്റെ 1000 മടങ്ങ് നല്ല കാര്യങ്ങൾ തൃശ്ശൂർക്കാർക്ക്, കേരളക്കാർക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു. ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയാണ്, സുരേഷ് ഗോപിക്കെതിരെ നിങ്ങൾ എന്തെല്ലാം ഉമ്മാക്കി കാണിച്ചിട്ടുണ്ടോ എല്ലാം പൊളിഞ്ഞ് പാളീസായി പോയി. പൂരം ശരിക്കും നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. 2029 സുരേഷ് ഗോപി, 2034 സുരേഷ് ഗോപി. ഞാൻ നേരത്തെ പറഞ്ഞു, കുറുനരികൾ കുറച്ചുകൊണ്ടേയിരിക്കുക. ഗജവീരൻ നെറ്റിപ്പട്ടം കെട്ടി ഈ പൂരത്തിന്റെ മണ്ണിൽ, വടക്കുന്നാഥന്റെ മണ്ണിൽ, ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ അങ്ങനെ നിവർന്നു നിൽക്കും. അതാണ് ഭാരതീയ ജനതാ പാർട്ടി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 2 കാര്യങ്ങളിൽ മറുപടി വേണം. ഒന്ന്, സുരേഷ് ഗോപിയുടെ ഓഫീസ് അതിക്രമിച്ച് കയറി കരിയോലൊഴിച്ചവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. 2, ജസ്റ്റിൻ ജേക്കബിനെയും PK ബാബുവിനെയും അടക്കമുള്ള BJPക്കാരുടെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് അവർക്കെതിരായ നിയമ നടപടി സ്വീകരിക്കണം. അതിനുവേണ്ടിയുള്ള ആദ്യത്തെ സമരമാണിത്. ഞങ്ങൾ തുടങ്ങിയതൊന്നും ലോജിക്കൽ കൺക്ലൂഷനിലെത്താൻ അവസാനിപ്പിച്ചിട്ടില്ല. നിങ്ങള് കരുവന്നൂരിൽ തുടങ്ങി, കണ്ടുകെട്ടിയില്ലേ CPM ജില്ലാ കമ്മിറ്റിയുടെ സ്വത്തുക്കൾ മുഴുവൻ. അതുകൊണ്ട് ഈ സമരം ഞങ്ങൾ പറയുന്നു, ഈ സമരം ന്യായമായിട്ടുള്ള സമരമാണ്. ഇതിന് ഞങ്ങൾക്ക് പരിഹാരം കിട്ടണം. അതിന് നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് തെരുവിൽ തന്നെ കാണാം.